ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഡ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേപോലെ ചെയ്യുന്നൊരു കാര്യമാണ് ഓവർ തിങ്കിങ്. അപ്പോൾ ഓവർ തിങ്കിങ് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണെന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവേ നമ്മൾ എന്തൊക്കെയാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്? ഓൾറെഡി നടന്ന കാര്യങ്ങൾ തന്നെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ആലോചിച്ച് കൂട്ടുക, അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള വേസ്റ്റ് ആയിട്ടുള്ള സീനാരിയോസ് ആലോചിച്ച് കൂട്ടുക, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പോലെ കുറേ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ചേർത്ത് പിന്നെയും ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ഓവർ തിങ്കിങ്ങിൻ്റെ പരമ്പര നീളുന്നത്. സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ ആങ്സൈറ്റി കൊണ്ടും പെർഫെക്ഷനിസം സീക്ക് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ ഔട്ട്കം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുമൊക്കെയാണ് നമ്മളിങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത്. സോ ഇന്ന് നമുക്കതിൻ്റെ കുറച്ച് റെമഡീസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കേ. ആദ്യത്തെ മെത്തേഡാണ് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് അഥവാ കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തോട്ട്സിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ തോട്ട്സ് ഫാക്ട്സ് ആണോ അതോ നമ്മുടെ വെറും അസംഷൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ തോട്ടിനെ എഗൈൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസിന് വേണ്ടി തിരയുക. എന്നിട്ട് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു തോട്ട് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളെ ഞാൻ തോറ്റുപോകുമെന്നാണ് തോന്നുന്നത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ തോട്ടിനെ ചലഞ്ച് ചെയ്യുക. മേ ബി ഞാൻ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്, ഞാൻ സക്സസ് ആയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു തോട്ട് കൊണ്ട് റീപ്ലേസ്ഡ് ആവുകയും നമ്മുടെ ഓവർ തിങ്കിങ് അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അടുത്ത മെത്തേഡാണ് തോട്ട് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ ശരിക്കും നമ്മൾ നമ്മുടെ തോട്ടുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം, നമ്മൾ അതുമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ആ തോട്ടിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച്ഡ് ആവുക. എന്നിട്ട് നമ്മൾ സൈലൻ്റ് ആയിട്ട് നമ്മളോട് തന്നെ പറയുക, ഈ ചിന്തകളൊക്കെ നമുക്ക് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് സഹായിക്കുക എന്നുള്ള കാര്യം. ആക്ച്വലി നമ്മൾ ഈ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുക, മീൻസ് അതിനെ വിശ്വസിക്കുന്നതിന് പകരം നമ്മൾ ഈ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ പവർ അങ്ങ് ലൂസ് ആവും. അടുത്തൊരു മെത്തേഡാണ് വെറി ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസം 15 മുതൽ 20 മിനിറ്റ് വരെ ഇത്ര നേരെ ഞാൻ ഓവർ തിങ്ക് ചെയ്യുള്ളൂ എന്നൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിനൊരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാറ്? മണിക്കൂറോളം ഓവർ തിങ്ക് ചെയ്ത് പോകുന്ന സമയം അറിയത്തില്ല. ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് ട്രെയിൻഡ് ആവും. നമ്മുടെ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് മാറും. അതിനാണ് ഒരു വെറി പീരീഡ് എന്ന കണക്കിന് ദിവസം ഒരു 15-20 മിനിറ്റ് ഈ വെറി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സെറ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് ബിഹേവിയറൽ ആക്ടിവേഷൻ. നമ്മൾ വെറുതെ ഇരിക്കുമ്പം ഓവർ തിങ്കിങ് കൂടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനുള്ള പ്രവണത ഭയങ്കര കൂടുതലാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അതായത് എക്സസൈസ് ചെയ്യുക, ജേർണലിങ് ചെയ്യുക, ഹോബീസ് എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളിലോട്ട് ആക്ടിവേറ്റ് ആകുമ്പം ശരിക്കും നമ്മുടെ മെൻ്റൽ എനർജി ഷിഫ്റ്റ് ആവും. സോ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ഷൻസിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളത് നല്ലൊരു മെത്തേഡാണ്. അടുത്തൊരു മെത്തേഡാണ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രൗണ്ടിങ്. സാധാരണ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുമ്പം പാസ്റ്റിലും ഫ്യൂച്ചറിലും ഒക്കെ ആയിരിക്കും. നമ്മുടെ മൈൻഡ് പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൈൻഡിനെ എങ്ങനെ പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് ഫോക്കസ് കൊണ്ടുവരാം? അതിനൊരു ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്ന ഒരു 5 സാധനങ്ങളെ ലേബൽ ചെയ്യുക. ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരു ബുക്കായിരിക്കാം, ഒരു ടോയ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കോ ഐബ്രോയോ ആയിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ 5 സാധനങ്ങൾ നമ്മൾ പേര് കൊടുത്ത് ലേബൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന 4 സൗണ്ട് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് ഇരിക്കുമ്പോൾ, ഇപ്പോൾ ടി വിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫാനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ദൂരെ നിന്ന് വിടുന്ന ഒരു ഡോഗിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇത് നോട്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് വരികയാണ്? നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിലോട്ട് ഫോക്കസ്ഡ് ആവുകയാണ്. അപ്പോൾ അവിടെ ഓവർ തിങ്കിങ്ങിന് നമ്മളൊരു സ്റ്റോപ്പ് ഇടുവാണ്. അടുത്തൊരു മെത്തേഡാണ് ലിമിറ്റ് ഇൻഫർമേഷൻസ് ആൻഡ് ട്രിഗേഴ്സ്. നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് ഇൻപുട്ട് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഓവർ തിങ്കിങ്ങിൻ്റെ റീസൺ ആവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്നതും പരസ്പരം കമ്പയർ ചെയ്യുന്നതും ഒക്കെ. അപ്പം നമ്മൾ സ്ട്രെസ്ഫുൾ ആക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ട്രിഗേർഡ് ആക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അടുത്ത് വരുന്ന മെത്തേഡാണ് സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഈ സെൽഫ് കമ്പാഷൻ നമ്മൾ എല്ലായിടത്തും ഒരു ടിപ്പായിട്ട് പറയും. എന്തുകൊണ്ടാണ്? നമ്മളോട് തന്നെ കൈൻഡ്നെസ് കാണിച്ചില്ലെങ്കിൽ നമ്മളോട് പിന്നെ ആരാ കൈൻഡ്നെസ് കാണിക്കുക, അല്ലേ? സോ നമ്മൾ സ്വയം നമ്മളെ കൈൻഡായിട്ടും എംപതറ്റിക് ആയിട്ടും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെന്നില്ല, പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എന്നൊരു തോട്ടിലേക്ക് എത്തുക. സെൽഫ് ക്രിറ്റിസിസം ഒഴിവാക്കിയിട്ട് നമ്മൾ സെൽഫായിട്ട് കൈൻഡ്നെസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഒരു എക്സ്ട്രാ ടിപ്പ് പറയുകയാണെങ്കിൽ, നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ തോട്ട് എന്തിനെ പറ്റിയാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്ന കാര്യം ഒന്ന് ലേബൽ ചെയ്യുക, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മളതൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുകയോ എന്തെങ്കിലും ആക്ടിവിറ്റീസിലോട്ട് എൻഗേജ്ഡ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ഓവർ തിങ്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓവർ തിങ്കിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, എങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന്, അതിനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. ഇതിലേതെങ്കിലും മെത്തേഡ് ക്ലിയർ ആയില്ലെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇന്ന് ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് സംസാരിച്ചൊന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അവിടെ എവിടേക്കോ ഒന്ന് കണക്ഷൻ വിട്ടു പോകുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒന്നുകൂടി ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ടിപ്സ് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.